ഇരിക്കുമ്പോഴും എന്റെ തലയിൽ ശക്തമായ വേദന, രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്തവണ്ണമുള്ള വേദന. ഞാൻ മൊബൈൽ നോക്കിയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു വാട്സപ്പ് മെസ്സേജ് ആ കുടുംബത്തിൽ നിന്ന് വന്നു. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതായത് ഒരു വൈദികനെടുത്ത ഒരു കൈവപ്പ് പ്രാർത്ഥന കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവര് കാറിലാണ് വന്നത്. ഏകദേശം 3 മണിക്കൂർ യാത്ര ചെയ്താണ് പോട്ട് ആശ്രമത്തിൽ എത്തിയത്. ഈ അപ്പൻ എനിക്കൊരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, അച്ഛാ സത്യമായും ദൈവം ഇന്നും ജീവിക്കുന്നു. എന്നിട്ട് ആ അപ്പൻ പറയാണ്, അച്ഛാ അവിടെ നിന്ന് ആശീർവാദ പ്രാർത്ഥന കിട്ട് കാറിലേക്ക് കയറി ഞങ്ങളുടെ മകള് ആ കാറിൽ ക്ഷീണിച്ച് കൂർക്കം വലിച്ച് കിടന്നുറങ്ങാൻ തുടങ്ങി. 3 മണിക്കൂർ യാത്ര, വീട്ടിലെത്തി. അപ്പോഴും അവള് നിദ്രാവിഹീനയാണ്, ഉറക്കം. കട്ടിലേ പോയി കിടക്കുന്നു, നല്ല ഉറക്കം. രാത്രിയായി 10-11 മണിയായപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, അച്ഛാ അവളുടെ അടുക്കെ പോയി എന്തെങ്കിലും ഒന്ന് പോയി സംസാരിക്കപ്പാ. അങ്ങനെ ഈ പെൺകുട്ടിയുടെ അപ്പൻ ഡാഡി ഈ പെണ്ണിന്റെ മുറിയിലോട്ട് ചെന്നു. ഈ പെൺകുട്ടിയുടെ അടുക്കെ ചെന്നപ്പോൾ അവള് സാവധാനം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ കട്ടിലയിൽ ഇരിക്കുന്നു. അപ്പനെ കണ്ട ഉടനെ തന്നെ ഈ പെൺകുട്ടി ചെന്ന് വട്ടം കെട്ടിപ്പിടിച്ച്, അപ്പാ എന്താണ് എനിക്ക് ഈ കഴിഞ്ഞ 2.5 മാസം സംഭവിച്ചത്? എന്റെ ഉള്ളിൽ എന്തോ ഒരു പൈശാചിക പീഡയായിരുന്നു. എന്റെ ജീവിതത്തിൽ എനിക്ക് കുറെ തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടായി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പെൺകുട്ടി പറയാണ്, എനിക്ക് ആ ചെറുപ്പക്കാരനെ വേണ്ട, അതെന്റെ തെറ്റായ തീരുമാനമായിരുന്നു. ഞാൻ അപ്പനെ അമ്മേനെ കണ്ണുനീര് കുടിപ്പിച്ചു. ഇതെന്റെ ഉള്ളിൽ ഒരു പിശാച് പ്രവർത്തിച്ച ഒരു തിന്മയാണ്. നല്ലൊരു കയ്യടി കൊടുത്തേ, നല്ല കയ്യടി, കരങ്ങൾ ഉയർത്തിന്ന് കയ്യടിച്ചേ. ഞാനിത് നിങ്ങളോട് പറയുന്നത് എന്തിനെന്നറിയോ? ഈ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കുടുംബത്തില് ഈ പിശാച് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അവനെ ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ തമ്മിൽ വെറുതെ കിടന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഭാര്യയും ഭർത്താവും വെറുതെ കിടന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ കഴിഞ്ഞ ദിവസം പള്ളിയിലെ പാട്ടുകാരനാണ് ഭർത്താവ്. ഭാര്യയ്ക്ക് ഭർത്താവിന്റെ പാട്ട് അത്ര ഇഷ്ടമല്ല. കാരണം കുറെ പെൺകുട്ടികൾ ഭർത്താവിനെ നോക്കുന്നു. ഈ ഭർത്താവാണെങ്കിൽ പറയുന്നത്, അച്ചോ എനിക്ക് അങ്ങനെ ചിന്തകളൊന്നുമില്ല, ഞാൻ ഈശോയെ നോക്കി പാടുന്നു. എന്നാൽ ഭാര്യ വീട്ടിൽ വന്നിട്ട് കലഹം ഉണ്ടാക്കുന്നത് ഇയാള് പാട്ട് പാടുമ്പോൾ ആ പെണ്ണെന്തിനാണ് ഇയാളെ നോക്കിയത്? അപ്പൊ ഞാൻ ഈ ഭാര്യയോട് ചോദിച്ചു, അപ്പോൾ സഹോദരി ഭാര്യയല്ലേ, നിങ്ങൾ എങ്ങോട്ട് നോക്കിയ കുർബാനയിൽ പങ്കെടുത്തത്? അല്ല, ഭാര്യ എങ്ങോട്ട് നോക്കിയ കുർബാനയിൽ പങ്കെടുത്തത്? ഭർത്താവിനെ ഭാര്യക്ക് നോക്കുന്നു അങ്ങോട്ട് നോക്കിക്കൊണ്ട. ഇവരുടെ വീട്ടിൽ ദിവസവും വഴക്ക്. ഈ വഴക്കിനിടയിൽ ഞാൻ അവരോട് പറഞ്ഞ കാര്യം, നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തെ തകർക്കാൻ പിശാച് അതിശക്തമായി ചില കാരണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾ അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനെതിരെ യുദ്ധം ചെയ്യണം. പൗലോസ്ലീഹ എന്ത് ചെയ്തു? പൗലോസ്ലീഹ ആ പെൺകുട്ടിയെ അല്ല ശാസിച്ചത്, മറിച്ച് ആ പെൺകുട്ടിയുടെ ഉള്ളിലുള്ള ദുരാത്മാവിനെയാണ് ബന്ധിച്ചത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന അഭിഷേക അധികാരത്താൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ കലഹം, അസ്വസ്ഥത, പൈശാചിക പീഡകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെയല്ല വഴക്കുണ്ടാക്കി പുറത്താക്കേണ്ടത്. സംഭവിക്കുന്നത് എന്നതാ? നമ്മുടെ വീട്ടിൽ ഇപ്പോൾ സംഭവിക്കുന്നത്, നമ്മൾ വ്യക്തികൾക്കെതിരെ യുദ്ധം ചെയ്യുന്നു. പാടില്ല. ഭർത്താവിന്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തി, ഭർത്താവിന്റെ മദ്യപാനം ആയിക്കോട്ടെ, അപ്പോൾ ഈ ഭർത്താവിനെ ദിവസവും ഇയാളെ പോലെ ഇയാള് നശിച്ച് നാറാണക്കല്ല് പിടിക്കും, ഇയാളുടെ മദ്യപാനം കാരണം ആ വ്യക്തിക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ കുടുംബത്തിൽ പിശാചിന്റെ സ്വഭാവം കാണിക്കും. പിശാചിന്റെ സ്വഭാവം എന്താ? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനം വായിച്ചേ. ജോൺ 10:10, ചാപ്റ്റർ 10 വേഴ്സ് 10 ഒന്ന് തുറന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 10:10. നമുക്കറിയാം 3 കാര്യങ്ങൾ പറയും. കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ്. 3 കാര്യങ്ങൾ. കള്ളൻ വരുന്നത്, ഏതാണ് കള്ളൻ? സാത്താൻ എന്ന കള്ളൻ നിന്റെ വീട്ടിൽ പ്രവേശിക്കുന്നത്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കടന്നു വരുന്നത് 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? അവൻ മോഷ്ടിക്കും. എന്നതാ മോഷ്ടിക്കുന്നത്? കുറുവാ സംഘം വന്ന് എന്നതാ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചോണ്ട് പോണ ചേച്ചി? കുറുവാ സംഘം. ഇപ്പൊ കേൾക്കാനില്ല, കുറെ നാള് കേരളത്തിൽ കുറുവാ സംഘമായിരുന്നു. കള്ളൻ വരുന്നത് എന്തിനാ? എന്നതാ മോഷ്ടിച്ചോണ്ട് പോണത്?
നിങ്ങളുടെ വീട്ടിലെ സ്വർണം വിലപിടിച്ച സാധനങ്ങൾ. എന്നാൽ സാത്താൻ എന്ന കള്ളൻ വരുന്നത് നിങ്ങളുടെ വീട്ടിലെ സ്വർണം മോഷ്ടിച്ചോണ്ട് പോകാനല്ല, വിലപിടിച്ചത് മോഷ്ടിച്ചോണ്ട് പോകാനല്ല. അതിനും അപ്പുറം വിലപിടിച്ചൊന്നുണ്ട്. അത് നിന്റെ ജീവിതത്തിലെ സമാധാനമാണ്. സ്നേഹത്തോടെ ജീവിക്കേണ്ട ഭാര്യ, ഭർത്താവ്, മക്കള്, കുടുംബം എന്നാണോ പിശാച് പ്രവേശിക്കുന്നത്, അന്ന് മുതല് തമ്മിൽ തല്ലാൻ തുടങ്ങും. ഒരു കൊച്ചു കാര്യം മതി, അപ്പോൾ മുതൽ കലഹിക്കാൻ തുടങ്ങും. തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യണം, അല്ലാതെ വ്യക്തികൾക്കെതിരായിട്ടല്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഭാര്യയും ഭർത്താവും പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പേരില് രണ്ടുപേരും രണ്ട് മുറി പോയി കടന്നു കഴിഞ്ഞാൽ ആര് വിജയിച്ചു? പറ ചേച്ചി, ആര് വിജയിച്ചു? സാത്താൻ വിജയിച്ചു. ഭാര്യയും ഭർത്താവും കൂടെ എന്തോ പറഞ്ഞ് കലഹമുണ്ടാക്കി. ഭർത്താവ് ഉടനെ തന്നെ പറഞ്ഞു, നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്തോ, നിന്റെ കാര്യം നോക്കി പൊക്കോ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഭാര്യയ്ക്ക് അരിശം കയറി, ഇനി ഇയാളുടെ കൂട്ടത്തിൽ ഞാൻ കിടക്കുന്നില്ല. ആ പായം ചുരുട്ടി തലേനെ എടുത്തോണ്ട് അപ്പുറത്തെ വരാന്തയിലും അപ്പുറത്തെ മുറിയിലോട്ടും പോയി. ദിവസങ്ങൾ കടന്നു പോകുന്നു. പിന്നീട് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമില്ല. ആര് വിജയിച്ചു? സാത്താൻ വിജയിച്ചു. സാത്താന് നമ്മൾ അവസരം കൊടുക്കരുത്. നമ്മുടെ കുടുംബത്തിൽ ഓരോ ബന്ധങ്ങളെ ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ മകനായിരിക്കും, നിങ്ങളുടെ മകനും മകളും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനേക കേസുകെട്ടുകൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. പ്രത്യേകിച്ച് മക്കളുടെയൊക്കെ അവസ്ഥ. ഒരു പ്രായം വരെ കയ്യിൽ കിട്ടുന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇപ്പൊ തന്നെ ഇവിടെ ഇരിക്കുന്ന അനേക മാതാപിതാക്കൾ മക്കളെ കൊണ്ടുവരണമെന്ന് ആഗ്രഹം കൊണ്ട് അച്ഛൻ വിളിച്ചിട്ട് വരണ്ടേ. 10ാം ക്ലാസ് വരെയൊക്കെ ഒരു പ്രകാരത്തിന് കിട്ടി. 10ാം ക്ലാസ് വരെ തന്നെ ഇപ്പൊ കിട്ടുന്നില്ല. പള്ളിയിലൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് വലിച്ചോണ്ട് വരാമായിരുന്നു. ഇപ്പോഴോ മകനോട് പറയുമ്പോ മകൻ പറയുന്ന അപ്പം തന്നെ പോയാൽ മതി, എനിക്കിതിലൊന്നും താല്പര്യമില്ല. പിന്നെ അപ്പൻ എന്ത് ചെയ്യും? പണ്ടായിരുന്നെങ്കിൽ തല്ലായിരുന്നു, ഇപ്പൊ തല്ലാൻ പറ്റുമോ? മകനൊക്കെ വളർന്ന് മീശ വെച്ച് അവന് പൊക്കം മണ്ണുമായി. തിരിച്ചൊരെണ്ണം നന്നാൽ അപ്പം താഴ്ത്തു കിടക്കും. അതുകൊണ്ട് അപ്പന് പേടി അല്ലേ? മക്കളുടെയൊക്കെ അവസ്ഥകൾ മാറി. നിങ്ങളുടെ മകനോ മകളോ മദ്യപാനത്തിനോ മയക്കുമരുന്നിനോ MDMA അടിച്ചിട്ട് ലഗാനുമില്ല നടക്കുകയാണെന്നും പറഞ്ഞ് ആ മകനെതിരായിട്ട് മകൾക്കെതിരായിട്ട് യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം, ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ദുഷ്ടാത്മാവിനെതിരായിട്ടാണ് യുദ്ധം ചെയ്യേണ്ടത്. മക്കൾക്കെതിരായിട്ടല്ല, ജീവിത പങ്കാളിക്കെതിരായിട്ടല്ല, അയൽവാസികൾക്കെതിരായിട്ടല്ല. ദയവ് ചെയ്ത് ഈ ശുശ്രൂഷ സമയത്ത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണേ, ഇല്ലെങ്കിൽ അപകടം സംഭവിക്കും. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, 2-ാം ലേഖനം 10-ാം അധ്യായം അതിന്റെ 3ഉം 4ഉം തിരുവചനം ഒന്ന് വായിച്ചാലോ? വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം, ചാപ്റ്റർ 10, 10-ാം അധ്യായം അതിന്റെ 3ഉം 4ഉം തിരുവചനം വായിക്കാം. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. അതായത് വചനം പറയുന്നത് നമ്മുടെ പോരാട്ടം ജഡികമായ ഒരു പോരാട്ടമല്ലെന്ന്. ഒരു ക്രിസ്ത്യാനി, ഒരു ദൈവമകൾ അറിഞ്ഞിരിക്കണം, നമ്മളൊരു പോരാട്ടത്തിലാണ്, നമ്മളൊരു യുദ്ധഭൂമിയിലാണ്, നമ്മളൊരു യുദ്ധത്തിലാണ്. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ് നമ്മളൊരു യുദ്ധത്തിലാണ്. നമ്മളൊരു യുദ്ധത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. നമ്മൾ എവിടെയാണ്? യുദ്ധത്തിലിരിക്കുന്ന ഭടൻ ഉറങ്ങി വീഴുമല്ലോ. നമ്മളൊരു യുദ്ധത്തിലാണെന്ന്. നമ്മള് ഒരു യുദ്ധത്തിലാണ്. ഇങ്ങോട്ട് നോക്കിക്കേ, യുദ്ധത്തിലെ പ്രധാനപ്പെട്ട തന്ത്രം എന്നതാ? യുദ്ധത്തിലെ ആദ്യത്തെ കാര്യം എന്നതാ? യുദ്ധത്തിലെ ആദ്യത്തെ കാര്യം നിന്റെ ശത്രു ആരാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ തമ്മിൽ തല്ലി പടവെട്ടിത്തീരും. യുദ്ധത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യം നിന്റെ ശത്രു ആരാണെന്ന് അറിഞ്ഞിരിക്കണം. ഇന്ന് സംഭവിക്കുന്നതിന് നമ്മൾ നമ്മളോട് തന്നെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ നമ്മളോട് തന്നെയല്ല യുദ്ധം ചെയ്യേണ്ടത്, മറിച്ച് നമ്മൾ യുദ്ധം ചെയ്യേണ്ട ശത്രുവിനെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് ആ ശത്രുവിനെതിരെ യുദ്ധം ചെയ്യണം. ഇത് ആത്മീയ പോരാട്ടമാണ്. നിനക്കൊരു ശത്രു ഉണ്ട്. ആ ശത്രുവിനെ തിരിച്ചറിയണം. ആ ശത്രു നിന്റെ ഭർത്താവല്ല. കേട്ടോ ചേച്ചിമാരെ, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഭാര്യ ചിന്തിക്കുന്നു, എന്റെ എല്ലാ പ്രശ്നത്തിനും കാരണം എന്റെ ഭർത്താവാണ്,
അയാള് ശരിയല്ല. അങ്ങനെയല്ല. ഭർത്താവല്ല നിന്റെ ശത്രു, ആ ഭർത്താവിനുള്ളിൽ കടന്നു വന്നിരിക്കുന്ന തിന്മയുടെ ദുരാത്മാവാണ്. ആ ദുരാത്മാവ് ഏതെന്ന് കണ്ടെത്തി ആ ദുരാത്മാവിനെ ബഹിഷ്കരിക്കാൻ നീ ആയുധങ്ങൾ ഉപയോഗിക്കണം. എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, നീ യുദ്ധം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്റെ ഭാര്യക്കെതിരായിട്ടല്ല യുദ്ധം ചെയ്യേണ്ടത്. നിന്റെ ഭാര്യ ഇങ്ങനെ പെരുമാറാൻ കാരണം ആ ഭാര്യയുടെ ഉള്ളിൽ ഒരു പൈശാചിക പീഡ കടന്നു വന്നിരിക്കുന്നു. ആ പീഡയ്ക്കെതിരെ യുദ്ധം ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷം കഴിഞ്ഞു, വിദേശത്ത് ജീവിതം. അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് കൊറോണ കാലഘട്ടത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഫോം ചെയ്തത്. ഇവിടെ ഇരിപ്പുണ്ടാവും പല അഡ്മിന്മാരും, വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനിസ്ട്രേറ്റർമാരൊക്കെ ഇരിപ്പുണ്ടാവും അല്ലെ. ഇങ്ങോട്ട് നോക്കിക്കേ, കൊറോണ കാലഘട്ടത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഫോം ചെയ്തു. അപ്പോഴാണ് കല്യാണം കഴിഞ്ഞ് 14 വർഷം കഴിഞ്ഞു, 2 കുട്ടികളുള്ള ഒരു സ്ത്രീ UK ഇരിക്കുന്നു. അവൾ നോക്കുമ്പോൾ പണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചവരുടെ കൂട്ടായ്മ, അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ ആ കൂട്ടായ്മയിൽ പങ്കെടുത്ത് റീയൂണിയൻ, ആ റീയൂണിയനിൽ ഇരുന്ന് സംസാരിച്ചു വന്നപ്പോഴാണ് 10ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച അന്നത്തെ മിടുക്കനായ ഒരുത്തൻ, അവന്റെ ഉള്ളിൽ ഇവളോടൊരു പ്രണയമുണ്ടായിരുന്നു. അന്ന് അവിടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമുക്കൊക്കെ ഇപ്പോൾ പ്രായമായില്ലേ, പണ്ടത്തെ പോലെ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, തുറന്ന് സംസാരിക്കണം. ഏതോ ഒരു വിദ്വാൻ വന്ന് അവിടെ വന്ന് പറഞ്ഞു. ഉടനെ ഈ ചെറുപ്പക്കാരന്റെ ഉള്ളിൽ ഈ ചെറുക്കന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത, പണ്ട് 10ാം ക്ലാസ്സിലെ പറയാതെ പോയ പ്രണയം പറഞ്ഞേക്കാം. നമ്മുടെ UK പെണ്ണിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു മോഹമുണ്ടായിരുന്നു, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പെണ്ണ് തിരിച്ചു പറഞ്ഞു, എനിക്കും അങ്ങനെയായിരുന്നു, എനിക്കൊന്ന് പറയാൻ പറ്റിയില്ല. നിങ്ങൾക്കറിയോ, അന്ന് മുതൽ ഇവര് പ്രണയിക്കാൻ തുടങ്ങി. അതേന്ന് ഇവിടെ ഇരിപ്പുണ്ടാവും ചിലര്. വാട്സപ്പ് പ്രണയം തുടങ്ങി. പെണ്ണ് UK തിരിച്ചുപോയി, ചെറുക്കൻ കേരളത്തിൽ തന്നെ 2 മക്കളുടെ അമ്മയാണ്. ഈ പെണ്ണിന് ഇപ്പൊ കുഞ്ഞുങ്ങളെ ഒന്നും താല്പര്യമില്ല. 24 മണിക്കൂർ മൊബൈൽ എടുത്ത് ഗുണുഗുണു ഇത് തന്നെ പറച്ചില്, രാത്രിയിലും പകലും ഇത് തന്നെ വർത്താനം തന്നെ, ഒരു തരത്തിലുള്ള സന്തോഷമില്ല. ജീവിത പങ്കാളി ഭർത്താവിനാകാൻ അസ്വസ്ഥനാകാൻ തുടങ്ങി. എന്റെ ഭാര്യ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, ഇപ്പൊ അവൾക്ക് പ്രാർത്ഥനയൊന്നുമില്ല, കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നിങ്ങൾ നോക്കിക്കോ, ഇതൊന്നും എനിക്ക് താല്പര്യമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രശ്നം രൂക്ഷമാകാൻ തുടങ്ങി. കഴിഞ്ഞ അവധിക്ക് വന്നപ്പോൾ ഈ പെണ്ണ്, 2 മക്കളുടെ അമ്മയായ ഈ പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. 10ാം ക്ലാസ്സുകാരൻ, പണ്ടത്തെ 10ാം ക്ലാസ്സുകാരന്റെ വീട്ടിലേക്ക് പോയി. ഇനി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോണെന്ന്. ചേച്ചി ഇരുന്ന് ചിരിച്ചോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടുന്ന് ആഞ്ഞു നടന്നാൽ അവരുടെ വീട്ടിലെത്താം, അത്രേ ഞാൻ പറയാനുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഇഷ്ടം പോലെ കേസുണ്ട്. റീയൂണിയൻ ബാച്ചുകാരുടെ ഗാദറിംഗ് തുടങ്ങിയിട്ടുള്ള ബോംബ് പൊട്ടലുണ്ടല്ലോ, അത് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനൊന്നും അല്ല, പല വീടുകളിലും പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, പല രീതികളിലും പൊട്ടുന്നുണ്ട്. പറയാതെ പോയ പ്രണയമൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ പല പ്രശ്നങ്ങളാണെന്ന്. ഈ പെണ്ണ് 2 മക്കളും ഭർത്താവിന് ഉപേക്ഷിച്ച ചെറുക്കന്റെ വീട്ടിൽ പോയിരിക്കുന്നു. ആ വീട്ടുകാരെ പ്രശ്നം, ഈ ചെറുക്കൻ കരയുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവമേ എന്ത് ചെയ്യും? ആ ചെറുക്കൻ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞ കാര്യം, അച്ഛാ ഇതൊരു പൈശാചിക പീഡയാച്ചാ, എന്റെ ഭാര്യ എനിക്ക് വേണം, എന്റെ മക്കളുടെ അമ്മയല്ലേ, എന്റെ ഭാര്യയല്ലേ, അൾത്താരിൽ ഞാൻ സ്വീകരിച്ചതല്ലേ. സ്വന്തം മക്കളെ ഉപേക്ഷിച്ചിട്ട് പോയി ഈ ഭാര്യ അന്വേഷിച്ച് ഈ ചെറുക്കൻ പോവാ. ചെറുക്കൻ പറഞ്ഞ എന്നറിയോ? അച്ഛാ അത് അവളുടെ ഉള്ളിൽ ഒരു പിശാച് കയറിയതാ അച്ഛാ, ഒരു പൈശാചിക പീഡയാണ്. ഈ ഭർത്താവിന്റെ പ്രാർത്ഥനയും കണ്ണുനീര് ഉപവാസവും കൊണ്ട് ആ ഭാര്യയെ ഈ മനുഷ്യൻ തിരിച്ചു നേടി. ഇപ്പോൾ UK സന്തോഷത്തോടെ ഇരിക്കുന്നു. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ചിലര് UK അല്ലെ, UK ഇപ്പൊ നമ്മുടെ വീടിനടുത്ത് ആരാണാവോ? അവനല്ല, 2 മക്കൾ, അച്ഛൻ പറ 2 മക്കള്, അപ്പൊ പിന്നെ അത് ആരല്ല. അതും ഇതൊന്നും ആലോചിക്കണ്ട, ഇങ്ങോട്ട് നോക്കിക്കേ, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആലോചിക്കണ്ട. എനിക്കറിയാം നമ്മുടെ സ്വഭാവം, ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. ഇത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണ്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഈ പിശാച് കയറി വന്നു കഴിഞ്ഞാൽ അവന്റെ സ്വഭാവം കാണിക്കും. നമ്മൾ യുദ്ധം ചെയ്യേണ്ട ഉടനെ തന്നെ ഇനി നിന്നെ എനിക്ക് വേണ്ട, നീ നിന്റെ ഇഷ്ടത്തിന് വഴക്കുണ്ടാക്കാനല്ലെന്ന്. ഇത് മക്കളോട് അങ്ങനെ തന്നെ. മക്കൾ അവരുടെ സ്വഭാവ രീതി അനുസരിച്ച് 10ാം ക്ലാസ് വരെ നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കുന്നുണ്ടാവും. ഇപ്പൊ അവരുടെ സ്വഭാവമൊക്കെ മാറി. പലതരത്തിലുള്ള പീഡകൾ
അവരുടെ കൂട്ടുകെട്ടിൽ നിന്ന്, അവരുടെ സ്കൂളിൽ നിന്ന്, അവരുടെ പല പല ഗ്യാതറിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടും. ആ തിന്മയ്ക്കെതിരെയാണ് യുദ്ധം ചെയ്യേണ്ടത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10ഉം 12ഉം തിരുവചനം ഇന്ന് നിങ്ങൾക്ക് വായിച്ച് ധ്യാനിക്കാൻ പറ്റിയ സുന്ദര വചനഭാഗമാണ് കേട്ടോ. സെന്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 10 ഓൺവേഴ്സ്. 10 മുതൽ വായിച്ചോ, 10 തൊട്ട് 17-ാം തിരുവചനം വരെ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വസ്ഥത നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊരു പൈശാചിക പീഡയാണെന്ന് തിരിച്ചറിയുക. എന്നിട്ട് ഈ വചനം നിങ്ങൾ ഇന്ന് വായിച്ചോളൂ. ഇപ്പോൾ നമ്മൾ 10ഉം 11ഉം വായിച്ച് അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. കണ്ടോ സാത്താന്റെ കുടിലതന്ത്രങ്ങളെ നീ എതിർക്കാൻ നീ ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ശരീരത്തിന്റെ ആയുധങ്ങൾ പോരെന്ന്, നീ കണ്ടുപിടിച്ചിരിക്കുന്ന ബുദ്ധിയുടെ ആയുധങ്ങൾ പോരാ, മറിച്ച് നിനക്ക് ദൈവത്തിന്റെ ആയുധങ്ങൾ വേണം. എന്നിട്ട് അടുത്ത വചനം കൂടെ ഒന്ന് വായിച്ച കാര്യം മനസ്സിലാവും. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല. കണ്ടോ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെതിരായിട്ടല്ല. എന്നിട്ടോ പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. ആമേൻ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചേ, നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത് ആർക്കെതിരായിട്ടാണെന്നറിയോ? മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യരുത്. നിങ്ങൾ ക്ഷീണിച്ചു പോകും, നിങ്ങൾക്ക് അതിനുള്ള ശേഷിയില്ല. മറിച്ച് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള തിന്മയ്ക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യണം. ഉച്ചത്തിൽ പറ ആമേൻ, ആമേൻ. ഇതില്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? എല്ലാ ദിവസവും സങ്കടവും ഭാരവും ഇതൊഴിവാക്കാൻ നിന്റെ കുടുംബത്തിൽ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം ഏതാണോ ആ പ്രശ്നത്തിനുള്ളിലുള്ള പൈശാചിക പീഡയെ തിരിച്ചറിഞ്ഞ് ആ പൈശാചിക പീഡയെ ബന്ധിച്ചു പ്രാർത്ഥിച്ചാൽ നിന്റെ കുടുംബത്തിൽ നിനക്ക് അനുഗ്രഹം, സമാധാനം അനുഭവിക്കാൻ പറ്റും. വിശ്വസിക്കുന്നവർ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച്, ഒരാ തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ച്. എന്റെ പ്രിയരെ, ഓരോ വ്യക്തിയും ചിന്തിക്കുക. ഞാനെന്ന വൈദികൻ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കുടുംബജീവിതം നയിക്കുന്നവര്, നിന്റെ ജീവിതത്തിൽ നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളിൽ എവിടെയോ ചില പൈശാചിക പീഡകൾ ഒളിഞ്ഞിരിക്കുന്നില്ലേ? ആ പൈശാചിക പീഡകളെ കണ്ടെത്തി നിർവീര്യമാക്കാൻ നീ ശ്രദ്ധിക്കണ്ടേ? കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്ക്. ഒരു വ്യക്തിക്കും എതിരായിട്ടല്ല നീ യുദ്ധം ചെയ്യേണ്ടത്. ഒരു വ്യക്തിയെ നീ വെറുക്കരുത്, ഒരു വ്യക്തിയെ നീ മാറ്റി നിർത്തരുത്. അങ്ങനെ ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ബഹിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സമയം ദൈവ തിരുമുമ്പിൽ നീ കൃത്യമായിട്ട് തിരിച്ചറിയണം, വ്യക്തിക്കെതിരല്ല, മറിച്ച് വ്യക്തിയുടെ ഉള്ളിലുള്ള തിന്മയുടെ ദുരാത്മാവിനെതിരായിട്ടാണ് ഞാൻ പടവെട്ടേണ്ടത്. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ഒരു 3 പ്രാവശ്യം യേശുവേ എന്ന് വിളിക്കട്ടെ. അല്പം കൂടെ ഒച്ചത്തില് ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ച് പഠിച്ചോണേ. നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ, ചില ഭാരങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് ബന്ധ തകർച്ചയാണ്. അത് മക്കളോട് തമ്മിലുണ്ട്, ഭാര്യ ഭർത്താവുമുണ്ട്, മാതാപിതാക്കൾ മക്കൾ തമ്മിലുണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്, നമ്മുടെ ഇടവക കൂട്ടായ്മയിലുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, വ്യക്തിക്കെതിരായിട്ടല്ല നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്, മറിച്ച് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ദുരാത്മാവിനെതിരെ വേണം യുദ്ധം ചെയ്യാൻ. കാരണം പലപ്പോഴും പ്രശ്നങ്ങളുടെ കാരണമെന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നതായിരിക്കണമെന്നില്ല യഥാർത്ഥത്തിലുള്ള കാരണം. കിട്ടിയോ? ഇപ്പൊ തലവേദന, ഈ തലവേദന പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം, ഇല്ലേ? തലവേദന പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. നിനക്ക് വയറുവേദന വന്നതിന്റെ ഭാഗമായി തലവേദന ഉണ്ടാവും, ഗ്യാസ് ട്രബിൾ വന്നതിന്റെ ഭാഗമായി തലവേദന ഉണ്ടാകാം. ഇനി വെയിലടിച്ചതിന്റെ ഭാഗമായി നിനക്ക് തലവേദന ഉണ്ടാവാം,
ചില കാര്യങ്ങൾ ഓർത്തോർത്തോണ്ടിരിക്കുമ്പോൾ ചിലർക്ക് തലവേദന വരും. ഇങ്ങനെ തുടങ്ങിയല്ലേ, ചിലർക്ക് BP കൂടിയാൽ തലവേദന വരും, പലതരത്തിൽ തലവേദന വരും. അപ്പോൾ കാരണം കണ്ടെത്തി നീ ചികിത്സിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? നിന്റെ ചികിത്സയല്ലാതാവും. ആമേൻ. കാരണം കണ്ടെത്തി ചികിത്സിക്കണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു. ഇല്ലെങ്കിൽ എന്നാ പറ്റും? നീ ഇങ്ങനെ മാറി 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 അതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം, അങ്ങനെയല്ലെന്ന്. കാരണം കണ്ടെത്തി ചികിത്സിക്കണം. നിന്റെ ഏത്തപ്പഴം ഉണ്ടോ എന്ന് പരിശോധിക്കാനല്ല കുഞ്ഞി ചേച്ചി. ഓ എന്നതാ കേട്ടത്? ഇങ്ങോട്ട് നോക്ക്. കുടുംബത്തില് ഇങ്ങനെ ഇരിക്കാൻ സ്വഭാവങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അപകടമാണെന്ന്. കുടുംബത്തിൽ സന്തോഷം പോവും. നമ്മൾ ഉദ്ദേശിക്കുന്ന കാരണമാവണമെന്നില്ല യഥാർത്ഥത്തിലുള്ള കാരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഉദാഹരണത്തിന് ചേട്ടൻ ഇങ്ങോട്ട് വന്ന് ഇരുന്ന് ഉറങ്ങുമല്ലോ, ഇങ്ങോട്ട് ഓടി. ചേട്ടന്റെ പേരെന്തുവാ? സന്തോഷ്. കണ്ടോ, പേര് പോലെ തന്നെ, നല്ല ചിരി. ഇങ്ങോട്ടോ, സന്തോഷമുള്ള ആൾ. ഇപ്പൊ സന്തോഷിയേട്ടൻ വർഷങ്ങളായിട്ട് ശുശ്രൂഷ മേഖലയിലുള്ളതാണ്. അപ്പൊ ഈ സന്തോഷിയേട്ടൻ ഇപ്പുറത്ത് നിന്നു. സന്തോഷിയേട്ടനെ ഞാന് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ചാലക്കുടി പോട്ട ആശ്രമത്തിൽ വെച്ച് കണ്ടു. സന്തോഷിയേട്ടൻ അവിടെ വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ കണ്ട ഉടനെ സന്തോഷിയേട്ടന്റെ കയ്യെ പിടിച്ച്, എന്റെ സന്തോഷിയേട്ട എന്നാ ഉണ്ട് വിശേഷം? എന്റെ സ്നേഹമാണ്. ഞാൻ അറിഞ്ഞിരുന്നില്ല സന്തോഷിയേട്ടന്റെ കയ്യിൽ ഒരു മുറിവുണ്ട്. ആ മുറിവേലാണ് ഞാൻ കയറി പിടിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്നിട്ട് ഞാൻ അറിയുന്നില്ല. അപ്പൊ ഞാൻ കയ്യെ കയറി പിടിച്ച്, സന്തോഷിയേട്ട എന്നാ ഉണ്ട് വിശേഷം? ഞാൻ നോക്കുമ്പോ ഒരു സന്തോഷവും ഇല്ല. എന്ന് മാത്രമല്ല, സന്തോഷിയേട്ടന്റെ മുഖത്ത് ഭയങ്കര ഒരു 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 ബുദ്ധിമുട്ട്. കാരണം ഞാൻ കയറി പിടിച്ചിരിക്കുന്നത് എവിടെയാ? സന്തോഷിയേട്ടന്റെ കയ്യേലെ മുറിവേല. എനിക്കറിയത്തില്ലോ. അപ്പൊ മുഖത്ത് സന്തോഷമൊന്നും കാണാത്തത് കൊണ്ട് ഞാൻ പിടിച്ച് നല്ല ഒന്ന്. ഞാൻ വിചാരിച്ചു എന്റെ പിടുത്തം ശരിയാകാത്തോണ്ടായിരിക്കും. ഞാൻ ഒന്നും കൂടെ പിടിച്ചിട്ട്, എന്റെ സന്തോഷിയേട്ടാ എന്നാ ഉണ്ട് വിശേഷം? അപ്പൊ സന്തോഷിയേട്ടന്റെ ഉള്ളിൽ എന്തായിരിക്കും? പറ. കത്തനാന് വന്നിരിക്കുന്നു, കാലമാണ്. എന്റെ കയ്യെ കയറി പിടിച്ച വേദനയുള്ള സ്ഥലത്ത് തന്നെ പിടിച്ചിട്ട് എന്റെ സുഖം അന്വേഷിക്കണം. എന്റെ സ്നേഹം ഈ സന്തോഷിയേട്ടന് എന്തായിട്ട് തോന്നി? വേദനയായിട്ട് തോന്നി. കാരണം ഞാൻ സ്നേഹിക്കാഞ്ഞിട്ടാണോ? പറയൂ. അല്ല, ഞാൻ സ്നേഹിക്കാഞ്ഞിട്ടല്ല, ഞാൻ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹം സന്തോഷിയേട്ടന് വേദനയായിട്ട് തോന്നാൻ കാരണം സന്തോഷിയേട്ടന്റെ കയ്യിൽ ഒരു മുറിവുണ്ട്. ഈ മുറിവ് ഉണങ്ങാത്തിടത്തോളം കാലം ഞാൻ എത്രത്തോളം സ്നേഹം കൊടുത്താലും സന്തോഷിയേട്ടൻ പറയും, എന്ത് പറയും? എന്നെ ഇവരെല്ലാവരും വേദനിപ്പിക്കുന്നു, എന്നെ ആരും സ്നേഹിക്കുന്നില്ല. അങ്ങനെയുണ്ടോ വീട്ടില്? അതിന് അങ്ങോട്ട് നോക്കണം. ആരോ അവിടെ ഇരിപ്പുണ്ട് വീട്ടുകാർ. ആയിക്കോട്ടെ, ഇങ്ങോട്ട് നോക്കും. അതെ, ഞാൻ എത്രത്തോളം സ്നേഹം കൊടുത്താലും സന്തോഷിയേട്ടന് സ്നേഹമായിട്ട് തോന്നാത്തതിന്റെ കാരണം സന്തോഷിയേട്ടന്റെ കയ്യിലെ മുറിവുണ്ട്. ഈ മുറിവ് ഉണങ്ങാത്തിടത്തോളം കാലം സന്തോഷം ഉണ്ടാവത്തില്ല. എന്നും ദുഃഖം, എന്നും പരാതി. എന്നെ ആർക്കും വേണ്ട, ഞാൻ ഇങ്ങനെ വീട്ടിൽ കിടന്ന് അധ്വാനിച്ച് തീരും. അല്ലെ? കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറഞ്ഞു, എന്നെ ഒരു വേലക്കാരിയായിട്ടാണ് എന്റെ കുടുംബത്തിൽ അടിക്കാനും തൂക്കാനും വെച്ചു വിളമ്പാനും മാത്രം ഞാൻ ഇങ്ങനെ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് പോലും ചിന്തയില്ല. അല്ലെ? രാവിലെ തൊട്ട് എണ്ണിപ്പെറുക്കി പരാതി. കാരണം മറ്റുള്ളവർ എത്രത്തോളം സ്നേഹിച്ചാലും ആ സ്നേഹമാണെന്ന് തോന്നത്തില്ല. കാരണം ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു മുറിവുള്ളിടത്തോളം കാലം മറ്റുള്ളവരുടെ സ്നേഹം വേദനയായിട്ടേ തോന്നൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുരിഞ്ചാച്ച മനസ്സിലായോ? എന്ത് മനസ്സിലായി? സന്തോഷിയേട്ടന് വേദനയുണ്ടെന്ന് മനസ്സിലായി. അതാണോ മനസ്സിലായത്? അതല്ല, അത് ഉദാഹരണം. അവിടെ പോയി ഇരുന്ന ചേട്ടാ, അല്ലെങ്കിൽ അവര് ചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കും. അതല്ല നമ്മൾ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കിന്ന് സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഓർത്തോണം, നമ്മുടെ ഉള്ളിൽ ചില കാരണങ്ങളുണ്ടെന്ന്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ മക്കളോട് ഇടയ്ക്കിടയ്ക്ക് വലിയ വലിയ ഉപദേശം പറയത്തില്ല. നിന്റെയൊക്കെ പ്രായത്തിൽ രാവിലെ തുടങ്ങും ഉപദേശം. നിന്റെയൊക്കെ പ്രായത്തിൽ ഞാനൊക്കെ എന്തോരം വിഷമിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? അല്ല, അവനറിയാവോ? അവൻ എങ്ങനെ അറിയാൻ? അവൻ അറിയത്തില്ല, അവൾക്കറിയത്തില്ലെന്ന്. അല്ലേ? ഈ നമ്മൾ പറയുന്ന ഉപദേശം കേട്ടിട്ടില്ല? വലിയ വലിയ ഉപദേശങ്ങളാണ്. നമ്മൾ ഉപദേശം പറയുമ്പോൾ മക്കളെ ഇയർഫോൺ എടുത്ത് ചെവി വെക്കും. പറഞ്ഞോ ഇല്ലെങ്കിൽ അവർ എഴുന്നേറ്റ് പോകും. അപ്പൊ നമ്മൾ പുറകെ നടന്ന് ഉപദേശിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവര് പോകും. അപ്പൊ ഒരുത്തൻ ബൈക്കുമായിട്ട് അവന്റെ പുറകെ അവൻ പോയി. ഇനി എവിടെ പോയി ഉപദേശിക്കും?
കടപ്പുറത്ത് ചെല്ലണം. ഇങ്ങോട്ട് നോക്കിക്കേ, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മക്കൾക്ക് മൊബൈൽ മേടിച്ചു കൊടുക്കുന്നതോ ബൈക്ക് മേടിച്ചു കൊടുക്കുന്നതോ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതോ അല്ലെന്ന്. അതിനപ്പുറം ആ വ്യക്തിയുടെ ഉള്ളിൽ സ്നേഹമെന്ന് പറയുന്ന തലം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് മുറിവായിട്ട് കയറും. പിശാച് കയറിയിരിക്കുന്നു. ഇത് മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പൈശാചികമായ ചില പീഡകൾ വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ സ്വഭാവം മാറാൻ തുടങ്ങും. ഞാൻ ആദ്യം പറഞ്ഞ പെൺകുട്ടിയുടെ സ്വഭാവം, അവള് നല്ല ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ആ പെണ്ണ് ദേ പഴയതുപോലെ. കാരണം അവളുടെ ഉള്ളിൽ നീണ്ട ദിവസങ്ങളായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പൈശാചിക പീഡയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയത്തില്ലേ, നിങ്ങൾ മക്കളെയൊക്കെ ഇടയ്ക്ക് ഏതെങ്കിലുമൊക്കെ അച്ഛൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി വെഞ്ചരിക്കണം, അവരൊരു അടിമ വെക്കണം, പ്രാർത്ഥിക്കണം, ഒരു കൈവെപ്പ് പ്രാർത്ഥന കിട്ടണം. നമ്മുടെ വീട് എന്തിനാ വെഞ്ചരിക്കുന്നത്? നമ്മളൊരു നല്ല കാര്യത്തിന് പോകുമ്പോൾ എന്തിനാ ഒരു വൈദികന്റെയോ സിസ്റ്ററിന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുന്നത്? അതിന് അഭിഷേക അധികാരം ഉണ്ടെന്ന് നിസ്സാരപ്പെട്ട കാര്യമല്ല. നമ്മുടെ കുടുംബത്തിലെയോ വ്യക്തി ജീവിതത്തിലെയോ തിന്മകൾക്കെതിരെ ആത്മീയമായിട്ട് നമ്മൾ പടവെട്ടണം. വെറുതെ യുദ്ധം ചെയ്ത്, ശരീരം കൊണ്ട് യുദ്ധം ചെയ്ത് നമ്മൾ ക്ഷീണിക്കരുത്. സ്വരമുയർത്തി വലതുകര ഉയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലർ ചിന്തിക്കും, അച്ഛാ ഇതെങ്ങനെ ഞാൻ മനസ്സിലാക്കും? എങ്ങനെ മനസ്സിലാക്കണമെന്നറിയോ? പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് കാരണം വെളിപ്പെടുത്തി നൽകും. ആമേൻ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ നിന്റെ കുടുംബത്തിൽ എന്തുകൊണ്ട് എന്റെ ഭർത്താവ് ഇങ്ങനെ പെരുമാറുന്നു, ഇങ്ങനെ അല്ലായിരുന്നല്ലോ, എന്തുകൊണ്ട് എന്റെ ഭാര്യ ഇങ്ങനെ പെരുമാറുന്നു, എന്റെ മകൻ ഇങ്ങനെ പെരുമാറുന്നു, എന്റെ മകൾ ഇങ്ങനെ പെരുമാറുന്നു, എന്റെ അമ്മായിയമ്മ എങ്ങനെ പെരുമാറുന്നു, എന്റെ അപ്പൻ ഇങ്ങനെ പെരുമാറുന്നു, ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് അതിന്റെ കാരണം വെളിപ്പെടുത്തി നൽകുന്നു. എസെക്കിയേലിന്റെ പ്രവചനം ഒന്ന് വായിച്ചേ. എസെക്കിയേലിന്റെ പ്രവചനം 37-ാം അധ്യായം 11 മുതലുള്ള വചനം ഒന്ന് വായിച്ചേ. എസെക്കിയേലിന്റെ പ്രവചനം നല്ല ഒന്നാന്തര വചനമാണ്, പഠിച്ചോണേ. എസെക്കിയേലിന്റെ പ്രവചനം 37-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വചനം വായിക്കാം. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു. കണ്ടോ ഇവിടെ ഇരിക്കുന്ന ചിലരെ കുറിച്ചാണ്. ഞങ്ങളുടെ പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, അസ്ഥികൾ വരണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ മൊത്തം ഉണങ്ങിയിരിക്കുന്നു. ഒരു സന്തോഷമില്ല, വീട്ടിലെ അവസ്ഥ വളരെ മോശമാണെന്ന്, വളരെ നരകതുല്യമായ അവസ്ഥ, പ്രതീക്ഷ ഒന്നുമില്ല, എല്ലാം നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു. നിന്റെ കുടുംബത്തെ ഓർത്തുകൊണ്ട് നീ അങ്ങനെ പറയുന്നുണ്ടോ എങ്കിൽ നീ ചെയ്യേണ്ട കാര്യം കണ്ടിന്യൂ വായിച്ചെന്ന് 12-ാം വചനം. ആകയാൽ അവരോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. വായിച്ചോ. എന്റെ ശുശ്രൂഷ സമയത്ത് കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലും ബന്ധങ്ങളിലും ഞങ്ങളെ നശിപ്പിക്കുന്ന, ഞങ്ങളുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന പൈശാചികമായ പീഡകളെ കണ്ടെത്താൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം പരിശുദ്ധാത്മാവെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ. ഒരുപക്ഷെ നിന്റെ വീട്ടില് അടിക്കടി അപകടങ്ങൾ ഉണ്ടാവുന്നു, അടിക്കടി അപകട മരണങ്ങൾ ഉണ്ടാവുന്നു, അടിക്കടി സാമ്പത്തിക തടസ്സങ്ങൾ ഉണ്ടാവുന്നു, അടിക്കടി തടസ്സങ്ങൾ ഉണ്ടാവുന്നു, വിവാഹം നടക്കപ്പെടുന്നില്ല. ഒരുപക്ഷെ നിസ്സാരപ്പെട്ട കാര്യത്തിന് പോലും എപ്പോഴും തമ്മിൽ തല്ലുന്നു, കുടുംബത്തിൽ സ്വത്ത് വിഭജനത്തെ തുടർന്ന് കലഹമുണ്ടാകുന്നു, കുടുംബത്തിൽ നിസ്സാരപ്പെട്ട കാര്യങ്ങൾക്ക് വഴക്കിട്ട് പിരിഞ്ഞു മാറി നിൽക്കുന്നു, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അത് ചില പൈശാചിക പീഡകളാണ്. ഓരോ വ്യക്തിയും തിരിച്ചറിയണം. ചില ആളുകൾ പറഞ്ഞ ചില വാക്കുകൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. അത് ആ വ്യക്തികളല്ല, ആ വ്യക്തികളുടെ പിശാച് സംസാരിച്ചതാണ്. ആ വ്യക്തികളെ നിങ്ങൾ വെറുക്കരുത്. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് എന്റെ കുടുംബത്തിൽ സമാധാനം വേണം. എന്റെ കുടുംബത്തിൽ കാലാകാലങ്ങൾ അനുഭവിക്കുന്ന തിന്മയുടെ മേൽ കർത്താവിന്റെ വലിയ ഒരു ആധിപത്യം, വരണ്ട അസ്ഥികൾക്ക് ജീവൻ നൽകിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ പ്രവർത്തിക്കണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ. കണ്ണടച്ചോളൂ. നിന്റെ വീടിനെ മനസ്സിൽ കണ്ട്